അത് മിക്കവാറും ഇല്ല അവർക്ക് ഇഷ്ടമായിരുന്നോ, പക്ഷെ അമ്മയ്ക്കും അതാണ് അവര് പറഞ്ഞത്. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ആ അതെ അതെ ഭീഷണിപ്പെടുത്തിട്ടാണ് തട്ടിയത്. ഭീഷണിയാ? അല്ല എന്താ വെച്ചാൽ പറഞ്ഞാൽ മാത്രമേ ഫോണ് വെക്കുള്ളൂ. ഞാൻ ഫോൺ വെക്കാന്ന് പറഞ്ഞേ. അപ്പൊ ഇവള് പറഞ്ഞു ഫോണ് വെക്കണ്ട. അയ്യേടി ശരി ഓക്കെ. അല്ല നിങ്ങൾ സത്യസന്ധമായിട്ട് പറ, അങ്ങനെയാണ് അങ്ങനെയാണ് ഓക്കെ ആയത്. അതിന് മുന്നേ ഞങ്ങള് കമ്പനി ഉണ്ട് ഓൾറെഡി ഡാൻസ് ക്ലാസ്സിൽ വെച്ചിട്ട്. പിന്നെ കുറച്ച് നാൾ ഇങ്ങനെ ഐ മീൻ ഇഷ്ടത്തിലായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത് എന്റെ സ്വന്തം ബ്രദർ പച്ചടക്ക ഫ്രണ്ട്. അതാണ് ഇതില് ട്വിസ്റ്റ്. ഇതില് മെയിൻ ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ആളിനെ പറയണ്ട. ഇവളുടെ ഏട്ടൻ, ഞാന്, ഇവളുടെ ഏടത്തിയമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് 3 പേരും ഒരേ ക്ലാസ്സിൽ പഠിച്ചത്. ഏട്ടന്റെ ഭാര്യയും എല്ലാവരും ഞങ്ങളെല്ലാവരും ഒരേ ക്ലാസ്സിൽ പഠിച്ചതാ. ഞങ്ങൾ 2-3 കൊല്ലം ഒരേ ക്ലാസ്സിൽ തന്നെയായിരുന്നു തോന്നുന്നു. ഇനിയിപ്പോ അത് തെറ്റി പറയുന്നത്. നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. നല്ലതെന്ന് പറയാൻ പറ്റില്ല, അറിയാം. പക്ഷെ എനിക്ക് അപ്പോഴും അറിയില്ല ഇവള് അനിയത്തിയാണെന്ന് എനിക്കറിയാം. ഞാൻ ചെറുപ്പത്തെന്തോ കണ്ടിട്ടുള്ളൂ. അങ്ങനെ അതൊരു പ്രശ്നമായി. ഈ കല്യാണത്തിന്റെ ഇടയിൽ അതൊരു പ്രശ്നം ആയതുകൊണ്ടാണ് ഈ ഒളിച്ചോട്ടമൊക്കെ നടന്നത്. അതായത് സിനിമ സ്റ്റൈല് പോലെയുണ്ട് നിങ്ങളുടെ പ്രണയം. സിനിമ സ്റ്റൈൽ എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു വൻ അടിയൊക്കെ ഉണ്ടാവുന്നൊക്കെ പണ്ട്. ഇത്രയും സ്നേഹനിധി ആയിട്ടുള്ള പച്ച എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല വീട്ടിൽ?